ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജിസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ചേട്ടായിപ്പാറ വെള്ളച്ചാട്ടത്തിനോട് ചേർന്നുള്ള അള്ളുപാറ എന്ന് പറയുന്നൊരു സ്ഥലത്തോട്ട് നമ്മൾ പോകുന്നത്. നമ്മളിവിടെ കൂടുതലായും വെള്ളത്തിനായിട്ട് ആശ്രയിക്കുന്നത് ഇങ്ങനെ പൈപ്പ് ലൈനിലൂടെയുള്ള വെള്ളം എടുക്കലാണ്. ഇവിടെ കൂടുതൽ എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയാണ് എടുക്കാറ്. അപ്പൊ നല്ല മഴയാണ് വരുന്നത്, കാറ്റും മഴയും വരുന്നുണ്ട്. നമുക്ക് സ്ഥലം എത്തിയിട്ടുണ്ട്, നമുക്ക് വേഗം കയറി പോകാം. ഞങ്ങളിവിടെ കറക്റ്റ് എത്തിയപ്പം നല്ല മഴയും കാറ്റും വന്നു. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് അള്ളുപാറയുടെ അടിയിലാണ്. ഇതിങ്ങ് പോരാ, നമുക്ക് ഉള്ളിലോട്ടേക്ക് നല്ല വെള്ളമാണ്. പക്ഷെ ഒന്ന് കുനിഞ്ഞ് ഉള്ളിലോട്ട് കയറണം. ചെറിയൊരു റൂം പോലെ അതിൻ്റെ ഉള്ളില്. അപ്പൊ നമ്മുടെ കൂടെ ഡാബിനും അലക്സ് എല്ലാം വന്നിട്ടുണ്ട്. രണ്ടുപേർക്ക് ചെറിയ നാണം. ഞങ്ങള് അള്ളുകല്ലിന്റെ അടുത്ത് എത്തി. അപ്പൊ വിനോദേട്ടൻ പറഞ്ഞു നമുക്ക് രണ്ട് തീയെല്ലാം കൂട്ടി രണ്ട് കപ്പ ചുട്ട് തിന്നാണ്. അപ്പൊ ഞങ്ങള് കപ്പ ചുട്ട് തിന്നാൻ പോവാണ്. വിനോദേട്ടാ, നമുക്ക് കഴിയിട്ട് വരാം. അപ്പൊ വിനോദേട്ടാ, അടിപൊളി സ്ഥലം. അപ്പൊ ഇവിടെ എങ്ങനെ വിനോദണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ ഇവിടെ ഒന്ന് കളിക്കുവോ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ? നമ്മൾ ചെറുപ്പത്തിൽ സ്ഥിരമായിട്ട് കളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണിത്. ഇതിനുള്ളിൽ കയറിയ മഴക്കാലത്ത് പ്രത്യേകിച്ച് ചക്കിക്കുറി ചുട്ട് തിന്നുക, ഏത്തക്കായ ചുട്ട് തിന്നുക, കപ്പ ചുട്ട് തിന്നുക. അതുപോലെ പുളി ഉണങ്ങാൻ ഒരു ചേരുണ്ടായിരുന്നു ഈ ഭാഗത്ത്. പുളി ഉണങ്ങി ചേരാക്കിയിട്ട് പുളി ഉണങ്ങി അതൊക്കെ നമ്മുടെ പരിപാടിയായിരുന്നു. പിന്നെ 10ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ ഇവിടെ ഒരു കസേര ഉണ്ടാക്കിയിട്ട് ചാരി കസേര ഉണ്ടാക്കി ടിവിയിൽ ഞാൻ പഠിച്ചു. AC ക്ലൈമറ്റാണ്. വേനൽക്കാലത്ത് നല്ല തണുപ്പാണ്. ഇവിടെ നല്ലൊരു എന്താ പറയാ, ദൂരക്കാഴ്ചയൊക്കെ വളരെ മനോഹരമല്ലേ? കൂമ്പമല ഇവിടെ വളരെ മനോഹരമായിരിക്കുന്നു. അപ്പൊ നന്നായിട്ട് തീ കത്തുന്നുണ്ട്, നല്ല ചൂട്, ഒരു രക്ഷയില്ല. നല്ല തണുപ്പുണ്ടായിരുന്നു, ഇപ്പൊ നല്ല ചൂടായി. വിനോദേട്ടാ, ഇത് പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ വെക്കുന്ന രൂപമല്ലേ? അതെ, ഇവിടെ പുൽക്കൂട് ഉണ്ടാക്കുമായിരുന്നു. നമ്മള് നേരത്തെ സ്ഥിരമായിട്ട് പുൽക്കൂടുണ്ടാകുന്ന സ്ഥലമായിരുന്നു ഇവിടെ. അപ്പോ ഈ ഭാഗത്തായിട്ട് പുൽക്കൂടിന്റെ ഗുഹയാണല്ലോ. ഇതിനെല്ലാം രാജകൊട്ടാരം വെച്ചിട്ട് ഇങ്ങനെ മല. പിന്നെ അടുത്തൊരു മൂട്ടിമരമുണ്ട്. ആ മരമായിരുന്നു ക്രിസ്മസ്. മൂട്ടിപ്പഴം. അത് ഇതിനോട് ചേർന്നുണ്ട്. ഇപ്പൊ പഴമുണ്ടോ? ഇപ്പൊ പഴമുണ്ട്. അതല്ലേ, നമുക്കൊന്ന് കാണാൻ പറ്റുമോ? നമുക്ക് മഴ കുറഞ്ഞു കഴിയുമ്പോ കാണണം. പറ്റുമെങ്കിലും ഒരെണ്ണം കഴിക്കണം. അതെ, ആദ്യം നമുക്ക് കപ്പ ചുട്ടില്ല അല്ലേ? ആദ്യം കപ്പ ചുട്ടു.
അപ്പോൾ നമ്മുടെ കൂടെ വിനോദേട്ടന്റെ അനിയനും കൂടെ ചേരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഞങ്ങള് വിനോദേട്ടനോട് ചോദിച്ച പോലെ തന്നെ ചെറുപ്പത്തില് വന്ന് കളിക്കലും പഠിത്തമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ ഒരു നല്ലൊരു ചെറുപ്പത്തിലെ പ്രധാന കേന്ദ്രമായിരുന്നു ഇത്. എന്താണ് ഇതിന്റെ ഇപ്പൊ ഇത് കാണുമ്പോൾ തോന്നുന്നൊരു? ഞാന് ഒരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് തോന്നി എനിക്ക് ആദ്യം വിനോദിലൂടെ ഇതിന്റെ ഉള്ളിലോട്ട് പോയി. ഒരു വെറൈറ്റി ഓർമ്മ ഒന്ന് പോയി ഒന്ന് മുകളിലേക്ക് കയറിപ്പോയി വാതിരിഞ്ഞ് അവിടെ അവിടെ 2 ചെറിയ പെട്ടുകളായിരുന്നു. ചെറിയ ഇരിപ്പത്ത് പോയ 2 പെട്ടുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ +2 കഴിഞ്ഞപ്പോൾ ഞാനും അക്കരെയുള്ള പാപ്പിച്ചേന്റെ റിജോയും കൂടെ ഇതിന്റെ ഉള്ളിലേക്ക് കയറി വന്ന് നോക്കും. അതിന്റെ ഉള്ളിലേക്ക് ഒരാൾക്ക് കഷ്ടി കിടക്കാവുന്ന പോലെ ഒരു ബത്തായി. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ ഉള്ളില് വിശാലമായൊരു സ്ഥലമുണ്ട്, ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന സ്ഥലവും ഇതിനുള്ളില്. ഓഹോ, അത്ര മനോഹരമായൊരു ഇതുണ്ട്. അത് എനിക്ക് തോന്നുന്നത് അത് എലികളുടെ ഒരു നിർമ്മാണ പ്രവർത്തനമാണെന്ന് തോന്നുന്നു. അതായത് അത് മനോഹരമായിരിക്കും അല്ലെ? ഇവിടെ ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. അതെ. അപ്പൊ വിനോദേട്ടൻ പറയുന്നത് നല്ല കനലായിട്ടുണ്ട്. നമുക്ക് കപ്പ ഇട്ട് നോക്കിയാലോ വിനോദേട്ടാ? കപ്പ ഇടാം. ഓക്കെ. പണ്ടല്ല ഇതേപോലെ കപ്പയെല്ലാം ചുട്ട് വിനോദേട്ടാ ചക്കക്കുരു ഇതെല്ലാം ചുട്ട് നമ്മൾ അതെല്ലാം ഇപ്പൊ ഓർമ്മ വരും അല്ലേ നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോ? ഓർമ്മകളുണ്ട്. അപ്പൊ വിനോദേട്ടാ കപ്പ ആവുമ്പത്തേനും നമുക്കൊന്ന് മൂട്ടിപ്പഴം കണ്ടിട്ട് വന്നാലോ? മുട്ടിപ്പഴം കണ്ടുവരാം. മൂട്ടിപ്പഴം കണ്ടോ? വിനോദേട്ടാ ഇതാണ് മൂട്ടിപ്പഴം അല്ലേ? അപ്പൊ ഇത് എന്തിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇതിന്റെ ഉള്ളിലുള്ള ഫലം നമുക്ക് കഴിക്കാൻ ഉപയോഗിക്കാം. ഇച്ചിരി പൊളിച്ചിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്നിന്റെ ഉള്ളിലേക്ക് കവറിങ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റും. അത് നല്ല വെള്ളയായിട്ടിരിക്കുന്ന നല്ല മനോഹരമായ സാധനമാണ്. അതുപോലെ ഇതിന്റെ ചുവന്ന സാധനം ഈ തൊലി അച്ചാറിടാൻ വളരെ ബെസ്റ്റാണ്. അച്ചാറിട്ട വളരെ മനോഹരമാണ്. നെല്ലിക്കാച്ചാർക്ക് ഇത് മധുരം ഇതിന് പുളിയാണ്. ഇതിന് പുളിയാണ്. ഉള്ളിലെ ഇതിനും ഒരു പുളിയും ചവർപ്പോടെ കൂടിയ ഒരു ടേസ്റ്റാണ് ഇതിന്റെ ഉള്ളിലെ സ്ഥലത്തിന്. വളരെ രുചികരമാണ്. അതുപോലെ ഈ വയറിന്റെ അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് ഇത്. ഈ കുടലിന്റെ അസുഖങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നല്ലതാണ്. അതുപോലെ ഷുഗറിന്റെ ട്രീറ്റ്മെന്റ് നല്ലതാണ്. ഇതിന്റെ തൊലി എടുക്കാറുണ്ട്. സമയത്ത് മൂട്ടിപ്പഴം അതെ ഇത് ഈ പശ്ചിമഘട്ട മേഖലകളിലൊക്കെ കാണപ്പെടുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണ്. അതതിന്റെ വേറൊരു പ്രത്യേകത. നിത്യഹരിത ഇല പൊഴിയില്ല. ഇതെല്ലാ സമയത്തും തണലായിരുന്നു. നിത്യഹരിത വൃക്ഷമാണ്. അതുപോലെ ഈ കാണുന്ന ഇതൊരു ഓടപ്പഴത്തിന്റെ വള്ളിയാണ്. ഓടപ്പഴം ഇതിങ്ങനെ ഇതിന്റെ മേലെ കയറി കിടക്കുവാണ്. ഒരു വേനൽക്കാലം കഴിയാറായി കഴിഞ്ഞ സമയത്തൊക്കെ ഇത് നിറച്ച് പഴമുണ്ടായിരുന്നു. കൊലയായിട്ട് പഴമ നേരം നല്ല ഇതിലെ പൊഴിഞ്ഞു. നമുക്ക് മൂട്ടിപ്പഴം ഒന്ന് കഴിക്കാൻ പറ്റുമോ? നമുക്ക് നോക്കാലോ. പുറമേ കാണുന്ന നോക്കത്തില്ല. നമുക്ക് നമുക്ക് എടുക്കാം. കഴിച്ചു നോക്കും. ഒരു എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതാണ് മൂട്ടിപ്പഴത്തിന്റെ ഉള്ളിലെ നമ്മൾ കഴിക്കേണ്ട ഭാഗം. കഴിച്ചോട്ടെ ഞാൻ. കഴിച്ചു.
നല്ല മധുരമുണ്ട്. അതെ ചെറിയൊരു പുളി, നല്ല മധുരമുണ്ട്. ആ, ആ. നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ. അപ്പൊ ഞാനും ഒരെണ്ണം പറിക്കാൻ പോവാണ്. പൊട്ടിച്ചോ? പൊട്ടി കിട്ടി. ശരിക്കും റംബൂട്ടാന്റെ ഒക്കെ ഒരു മോഡൽ പോലെ അല്ലേ വരുന്നേട്ടാ? 3 ഉള്ളതാണ്. ഇത് പറയും 3 ഉണ്ടാവില്ല. 3, 2, 1. ഇതിന് 3 ഇതായിട്ടുണ്ട് അല്ലേ? കഴിക്കൂ. നല്ല മധുരം കേട്ടോ. അതെ. ചെറിയൊരു പുളി വളരെ മനോഹരമായിട്ടുണ്ട്. കുറച്ച് വർഷമായിട്ട് ഇതിന്റെ ഉള്ളില് ഇത് ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് വർഷമായിട്ട് ബലം വളരെ കുറവായിരുന്നു. ഇപ്പോ വളരെ നന്നായിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ 3 ഉണ്ട്. 3 ഉണ്ട് അല്ലേ? 3 ഉണ്ട്. അപ്പൊ പണ്ട് കാലത്തൊക്കെ ഇതിന്റെ ഉള്ളിൽ 4 വരെയൊക്കെ ആകുന്നുണ്ടായിരുന്നു. എന്തായാലും കുറച്ച് മുട്ടിപ്പഴം ഞാനും പറിച്ചിട്ടുണ്ട്. അപ്പം വീട്ടിലൊന്ന് കൊണ്ടേക്ക് നോക്കാം. അടിപൊളി സാധനമാണ്. നല്ല ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ചെറിയൊരു മധുരവും പുളിയൊക്കെ ആയിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പം വിനോദേട്ടൻ അങ്ങോട്ട് കപ്പ നോക്കാൻ പോയിട്ടുണ്ട്. നമുക്ക് കപ്പ ആയെന്ന് പോയി നോക്കാം.